എന്തായാലും നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലേക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ പ്രധാന വാർത്ത എല്ലാവരും യുഎസുമായിട്ടുള്ള ട്രേഡ് ഡീൽ തന്നെയാണ്. എന്നാൽ ഓരോരുത്തരും അത് എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു നോക്കാം. അതെ, മലയാള മനോരമയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയെന്ന ചോദ്യചിഹ്നത്തോടു കൂടിയാണ് അവർ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. മാസ്റ്റർ ഹെഡ് ഇങ്ങനെയാണ്: ഇന്ത്യ US വ്യാപാര കരാർ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെ? അറിയില്ല സർ എന്നതാണ് തലക്കെട്ട്. പറഞ്ഞു തരാം സാർ എന്നാണ്. അല്ലെ, പറഞ്ഞു തരാം. അത് പിന്നാലെ എത്തും. ദേശീയ മാധ്യമങ്ങളിലൊക്കെ അല്ലെ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വരും. അതിന് എന്തായാലും മലയാള മനോരമ മാത്രം നമുക്ക് ആശ്രയിച്ചാൽ പോരല്ലോ അല്ലെ. നമുക്ക് ജന്മഭൂമിയിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനം TV കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ പറഞ്ഞു തരാമെന്നുള്ളതാണ്. അതിനു മുൻപ് മനോരമയിൽ മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. CJ റോയ് സമ്മർദ്ദത്തിലായത് നിക്ഷേപകർ പിന്മാറിയതോടെ എന്നാണ് ഇന്നത്തെ തലക്കെട്ട്. ഇത്രയും ദിവസം കഴിഞ്ഞ ശേഷം ഇന്നലെ വരെ പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒടുവിൽ അവർ തന്നെ തിരുത്തി പറയുന്നു CJ റോയുടെ മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. എന്തായാലും നമുക്ക് മനോരമ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് മാതൃഭൂമിയിലേക്ക് പോകാം. തീർച്ചയായും വ്യാപാര കരാർ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ട്രംപ് പറഞ്ഞു ഇന്ത്യ എറിഞ്ഞു എന്ന സബ്ഹെഡോടുകൂടി തലക്കെട്ട് സ്വന്തം വിധേയൻ എന്നാണ്. വ്യത്യസ്തമല്ല മാതൃഭൂമിയും എന്നുള്ളതാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് വിശദമായി പോകാനുള്ള ഒരു സമയം. അപ്പോൾ ഈ രണ്ട് മാധ്യമങ്ങളിലും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ യാഥാർത്ഥ്യം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ദേശീയ മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം. അതിനുശേഷം ജന്മഭൂമിയിലേക്കും വരാം. ഇനി പലതിൻ്റെ മറുപടി ദേശീയ മാധ്യമങ്ങളിലും ജന്മഭൂമിയിലും ഉണ്ട്. ദ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്കാണ് അടുത്ത് പോകുന്നത്. ഇന്ത്യ അഗ്രി ഡയറി ഷീൽഡഡ് ഇൻ US ഡീൽ, ട്രേഡ് പാക്ട് ഇൻ വീക്സ്, GM food, cereals, soybean, maize may be kept out. A day after an announcement by PM Modi and US President Donald Trump that the two sides have reached a trade agreement, the government asserted that sensitive sectors such as agriculture and dairy have been protected, and labor-intensive sectors such as textiles, leather, marine products and gems and jewelry stand to benefit from the deal. വിശദമായി തന്നെയുണ്ട്. ചെറുതായി ഒന്ന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ചൊല്ലിയാണ് ഭാരതവും US-ഉം തമ്മിലുള്ള ഈ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടതും താരിഫ് ഭീഷണിയുമായി ട്രംപ് വന്നതും സെൽഫ് ഗോൾ അടിച്ചതും സ്വന്തം നാട്ടിൽ ഒറ്റപ്പെട്ടതും ഭാരതം GST ഇളവുകളും തുടർന്ന് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറുമായിട്ടൊക്കെ മുന്നോട്ട് പോയത്. വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കാർഷിക മേഖലയെയും ക്ഷീരമേഖലയെയും സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഈ ധാരണയിൽ. 2, GM ഫുഡ് തടയും. സിറിയൽസ്, സോയാബീൻ, മെയ്സ് ഇതൊന്നും ഇതിൻ്റെ പരിധിയിൽ വരില്ല എന്ന് മാത്രമല്ല, ഏതൊക്കെ മേഖലകളിൽ, ടെക്സ്റ്റൈൽ മേഖലയിൽ, ലെതർ മേഖലയിൽ, മറീൻ പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് ഗുണമുണ്ടാകുമെന്നും വളരെ കൃത്യമായി ഇൻഫോഗ്രാഫിക്സ് സഹിതം ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു. ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കൂടി നോക്കിയിട്ട് നമുക്ക് ജന്മഭൂമിയിലേക്ക് പോകാം. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്താണ്? ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് സൂൺ, നോട്ട് ഓപ്പണിംഗ് അപ്പ് അഗ്രി ഡയറി ടു US ഗോയൽ. നേരത്തെ ടൈംസ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സംയുക്ത പ്രസ്താവന ഉടനുണ്ടാവും. കാർഷിക മേഖലയും ക്ഷീരമേഖലയും ഒന്നും അമേരിക്കയ്ക്കായി തുറന്നു കൊടുക്കുന്നില്ല. അപ്പോൾ വിധേയനുമല്ല, അറിയില്ല സാറുമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ 2 ദിവസമെങ്കിൽ 2 ദിവസം കുറച്ചൊരു പുകമറ സൃഷ്ടിച്ചാൽ നല്ലതാണ്. ഒപ്പം തന്നെ ഈ ട്രംപിൻ്റെ പുതിയ സൗഹൃദ നീക്കത്തിന് അതിനോടനുബന്ധിച്ചൊരു വാർത്ത കൂടി ജയന്ത് ജേക്കബ് പറയുന്നുണ്ട്. ക്വാഡ് ഗെറ്റ്സ് ലൈഫ് ലൈൻ, ട്രംപ് മേ വിസിറ്റ് ഇന്ത്യ ദിസ് ഇയർ. സ്വയംകൃതാനർത്ഥം കൊണ്ട് പിണങ്ങി നിന്ന് അല്ലെങ്കിൽ ഭാരതം മാറ്റി നിർത്തിയ ട്രംപ് വീണ്ടും വരുന്നു. അപ്പോൾ ക്വാഡ് എന്നുള്ള ആ ഒരു കൂട്ടായ്മ, ഓസ്ട്രേലിയയും ജപ്പാനും ഭാരതവും US-ഉം കൂടിയുള്ള കൂട്ടായ്മയ്ക്ക് ഒരു പക്ഷേ അതൊരു മരവിച്ച് കിടക്കുകയായിരുന്നു. അതിന് പുതുജീവൻ വച്ചേക്കാമെന്ന്. നമുക്കൊന്ന് ജന്മഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ US ഭാരത വ്യാപാര കരാർ തീരുവ 18% കയറ്റുമതി കുത്തനെ കൂടും എന്നുള്ളതാണ്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഏറെക്കുറെ ധാരണയായത് ഭാരതത്തിന് വളരെ ഗുണം ചെയ്യും എന്ന് ജന്മഭൂമി പറഞ്ഞിട്ടുണ്ട്. 50% തീരുവ 18% വെട്ടിക്കുറയ്ക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചതോടുകൂടി ഭാരതത്തിൽ നിന്ന് US-ലേക്കുള്ള കയറ്റുമതിയിൽ വൻ കുതിപ്പുണ്ടാകും എന്ന് ജന്മഭൂമി വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മനോരമയുടെ മാതൃഭൂമിയുടെയും ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ വായനക്കാർക്കുള്ള ഉത്തരം ജന്മഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളമുദിയുടെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമുക്കൊരു കുഞ്ഞു വിശേഷം കൂടി പറയാനുണ്ട്, കുടുംബവിശേഷം. അതിനകത്ത് കേരളമുദിയിലേക്ക് പോവുകയാണ്. PSLV ദൗത്യങ്ങളിൽ അട്ടിമറി, നേരറിയാൻ ഡോവലെത്തി.
കേരള കൗമുദിയിലെ KS അരവിന്ദും MH വിഷ്ണുവും ചേർന്നിട്ടുള്ള ജോയിന്റ് ബൈലൈനിലുള്ള വാർത്തയാണ്. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടതോടെ ബലപ്പെട്ട അട്ടിമറി സംശയത്തിൽ വ്യക്തത തേടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തലസ്ഥാനത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അതീവ രഹസ്യമായി കഴിഞ്ഞ മാസം എത്തിയ അദ്ദേഹം PSLV നിർമ്മിച്ച തുമ്പ VSSCയിലെത്തി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായും ശാസ്ത്രജ്ഞരുമായും ചർച്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ 6 യോഗങ്ങൾ നടന്നതായാണ് വിവരം. എന്നാൽ ISRO ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ ISROയുടെ ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി അഥവാ FAC റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകി. മോട്ടോറിൻ്റെ ചേംബറിലെ പ്രഷർ നഷ്ടമായതാണ് വിക്ഷേപണ ദൗത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ. ഇത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് അട്ടിമറി സംശയം ബലപ്പെട്ടത്. ഡോവൽ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും. പരാജയപ്പെട്ട ദൗത്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 2017 ശേഷം ആദ്യമായാണ് PSLV ദൗത്യം പരാജയപ്പെട്ടെന്നൊരു ചെറിയ വാർത്ത ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെയുണ്ട്. ഒപ്പം ഡോവലിനെ കുറിച്ചൊരു ചെറിയ കുറിപ്പുണ്ട്. രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിഹാരവുമായി പറന്നെത്തുന്നതാണ് അജിത് ഡോവലിൻ്റെ പതിവ്. PSLV റോക്കറ്റിൻ്റെ തുടർ പരാജയങ്ങളെ നേരറിയാൻ 10 ദിവസം മുൻപ് തിരുവനന്തപുരത്തെത്തിയതാണ് ഒടുവിലത്തേത്. ഏതായാലും ഇതാണ് കേരള കൗമുദി ഇന്ന് പുറത്തുവിടുന്ന സ്പെഷ്യൽ വാർത്ത. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഡോവൽ എത്തിയിരുന്നെന്നും ചർച്ച നടത്തിയിരുന്നെന്നുള്ള വാർത്തകൾ ഇന്നലെ ജനം TV പുറത്തുവിട്ടിരുന്നു. മറ്റു പല മാധ്യമങ്ങളും തുറന്നത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു.